ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ബീഫ് മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ബീഫ് മന്തി നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല രുചിയാണ്. എപ്പോഴും ചിക്കൻ മന്തിയേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് കൂടെ ബീഫ് മന്തിക്ക് തന്നെയാണ്. അപ്പം ഈ ബീഫ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്, മസാലയെല്ലാം അതിൽ നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പം ഈ ബീഫ് മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂട്ടിയുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ എല്ല് നല്ലോണം ബീഫ് വെന്ത് വരുമ്പം ആ എല്ലിൻ്റെ ഉള്ളിലെ മജ്ജ ഉണ്ടല്ലോ, അതൊക്കെ മജ്ജ എന്ന് തന്നെയല്ലേ പറയാം. ഓക്കെ, അതെന്താണെങ്കിലും അതും അതിലോട്ട് ഇറങ്ങി വന്നിട്ട് നല്ലൊരു രുചി വരും. അപ്പം അതിൻ്റെ ബീഫ് വേവിക്കാനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി, നമ്മുടെ പച്ചമല്ലിയും, പിന്നെ അതില്ലെങ്കിൽ മല്ലിപ്പൊടിയായാലും കുഴപ്പമില്ല. അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ പട്ട, ഏലക്കായ, കറാമ്പൂവ്, അതുപോലെ ബേ ലീഫ്, ഇതൊക്കെ ഇട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലോട്ട് നമ്മുടെ ബീഫ് ആഡ് ചെയ്യുകയാണ്. ബീഫ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെള്ളം ഞാൻ കുറച്ചേറെ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് വെന്ത് വരുമ്പം അതിൻ്റെ സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആ സ്റ്റോക്ക് നമ്മൾ ചോറ്റിലോട്ട് റൈസ് വേവിക്കുമ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഏറെ വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 8-10 വിസിലിടണം. കാരണം ബീഫ് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ബീഫ് സ്റ്റൗവിലോട്ട് വെക്കാണ്. അരി ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടെ നല്ലത് മന്തിക്ക്. അപ്പോൾ ഇത് ഞാൻ കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കും. അപ്പം നമുക്ക് പാകത്തിന് വേവായി കിട്ടും. നമ്മുടെ ബീഫൊക്കെ നല്ല പാകത്തിന് നല്ല ഉഷാറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലുമന്നൊക്കെ അത് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മന്തിക്ക് എപ്പോഴും ബീഫ് നന്നായിട്ട് വേവണം കേട്ടോ, അല്ലെങ്കിൽ ഹാർഡായി കിടന്ന ഒരു രുചി കിട്ടില്ല. അപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് നെക്കി നോക്കാൻ പറ്റുന്നില്ല. കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, എല്ലൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫൊക്കെ എന്ത് ചെയ്യുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. വെച്ചാൽ ആ സ്റ്റോക്ക് നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ബീഫെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. അപ്പം ഞാൻ ഈ ബീഫെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കറാമ്പട്ട, കറാമ്പൂവ്, ഏലക്കായ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഡ്രൈ ലെമൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, ബീഫിൻ്റെ സ്റ്റോക്ക്, അത് അതിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം ആ മല്ലിയും, നമ്മൾ ആദ്യം ചേർത്ത മല്ലി ഉണ്ടല്ലോ, ആ മല്ലിയും കുരുമുളകും അതൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മതി. അതിലുള്ള മൊത്തം അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ റൈസ് കഴിക്കുമ്പം, ചോറ് കഴിക്കുമ്പോൾ അതിൽ മൊത്തം ഇങ്ങനെ കടിച്ചു വരും. അപ്പം അതുകൊണ്ട് അത് മൊത്തം ചേർക്കേണ്ട ആവശ്യമില്ല, അത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലോട്ട് വെള്ളം ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര അളവ് അരിയാണോ എടുക്കുന്നത്, 1 കിലോ അരി നമ്മൾ എത്ര കപ്പ് അളന്നിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി വെള്ളം എടുക്കണമല്ലോ. അപ്പോൾ ആ വെള്ളം എടുക്കാം. പിന്നെ ഞാൻ അതിലോട്ട് 2 മാഗി ക്യൂബ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കാം. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് ചെറിയ ജീരകപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം റൈസ് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ആ സമയം നമുക്ക് നമ്മുടെ ബീഫിൻ്റെ മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, നല്ല സ്ലൈസാക്കി കട്ട് ചെയ്തതാണ്. അത് അതിലോട്ട് പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. എന്നിട്ട് അതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെല്ലാം കൂടെ എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾക്ക് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അത് കട്ട് ചെയ്തത്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരണം. ഒന്നെങ്കിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിത് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല പേസ്റ്റായി കിട്ടും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും ഇതൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലോട്ട് മല്ലിയില, പുതിനയില, കറിവേപ്പില ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറും 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും, അത് വേണമെങ്കിൽ ചേർത്താൽ മതി, മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ
മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ആ പച്ച മണം എല്ലാം പോകുന്നത് വരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് അല്പം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര ഡ്രൈ ആയി കിടക്കാണല്ലോ, അപ്പോൾ നമുക്കിതിൽ ബീഫ് ഇട്ട് വേവിക്കാനുള്ളതല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനൊന്ന് ഈ മിക്സ്ചറിനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഞാൻ അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി, അത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ അതൊക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ അപ്പോൾ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീഫ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അത് മിക്സ് ആക്കണം. കാരണം മസാല എല്ലാം ബീഫിലോട്ട് നന്നായിട്ട് ചേർന്ന് വരണം. അതിനായിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആ മസാലയൊക്കെ നല്ല പേസ്റ്റാക്കി എടുത്തത് കൊണ്ട് ബീഫിലോട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പം. അതാ നല്ല പാകത്തിന് നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കുരു അതിലേക്ക് ആവരുത്തിട്ട് അത് ശ്രദ്ധിച്ചിട്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട്, ഞാൻ ലാസ്റ്റാണ് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു അടപ്പ് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. കാരണം ആ മസാലയും നമ്മൾ ചെറുനാരങ്ങയും നീരൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ബീഫിലോട്ട് നന്നായിട്ട് ചേർന്ന് വരാനാണ് ഒന്ന് ലാസ്റ്റ് കുറച്ച് സമയം പാടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറഞ്ഞത്. ഇങ്ങനെ മന്തി ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ് മന്തിക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ആ മസാല എല്ലാം ബീഫിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ല ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് നമ്മുടെ റൈസിലോട്ട് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് നമ്മൾ ബീഫൊക്കെ റൈസിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സ്മോക്ക് ആക്കി എടുക്കണമല്ലോ, ആ മന്തിയുടെ ഒരു കറക്റ്റ് ഫുൾ ആയി കിട്ടണ്ടേ. അപ്പോൾ അതിനായിട്ട് തന്നെ ചാർക്കോള് അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ നമ്മുടെ ചോറിൻ്റെ പാത്രത്തിലോട്ട് ഒരു സൈഡിൽ അത് വെച്ച് കൊടുത്തിട്ട് ഒരു ബൗളിലാണ് ഞാൻ വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിലോട്ട് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ അപ്പം തന്നെ പുക ഫുൾ പുക സമ്മതിക്കരുത്. അപ്പം തന്നെ നമ്മളത് മൂടി വെക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ സമയത്ത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അത് കവർ ചെയ്യുക. എൻ്റെ അടുത്ത് അപ്പം അതില്ലാത്തത് കൊണ്ട് ഞാൻ അടപ്പ് വെച്ച് നന്നായിട്ട് അത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ സ്മോക്കൊക്കെ ആ മന്തിയിലോട്ട് അങ്ങ് വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയായിട്ട് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കേ.